ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന പ്ലാനായിരുന്നു കേട്ടോ രാവിലെ തന്നെ. എപ്പോഴും എനിക്ക് കൂട്ടായിട്ട് അല്ലുക്കുട്ടിയാണ് കേട്ടോ കൂടെ ഇരിക്കാന്. ഇന്ന് ഇപ്പതാ ഏട്ടന്റെ കൂടെ കൂടി ഫ്രണ്ടിൽ ഇരിക്കുകയാണേ. മറീന ബീച്ചിന് അടുത്തുള്ള നായർ മെസ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. ചെന്നൈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ നായർ മെസ് ഉള്ളത്. മെയിൻ റോഡില് വണ്ടി നിർത്തിയിട്ട് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നായർ മെസ്. ഇതിന്റെ ഓണേഴ്സും മലയാളികളാണ്. ഇതിലുള്ള ആൾക്കാരും മലയാളികളാണ്. ഇവിടുത്തെ മീൽസും ബിരിയാണിയും നല്ല സ്പെഷ്യലാണ്. ഞങ്ങൾ മീൽസ് ആണ് കേട്ടോ കഴിക്കുന്നത്. ചെന്നപ്പോൾ തന്നെ ഇലയൊക്കെ വലുതായിരുന്നു. അപ്പൊ ചെറിയൊരു ഇല ചോദിച്ചു കേട്ടോ ഞാൻ അവരുടെ അടുത്ത്. ചെറിയൊരു ഇല കൊണ്ടുവന്നപ്പോൾ അവന്റെ സന്തോഷാണ്. അങ്കിളോടൊരു താങ്ക്സ് പറഞ്ഞു അവൻ. അത് കാരണമായിട്ടോ അവര് ചിരിച്ചത്. പിന്നെ ഒരാൾ വന്നത് നമ്മുടെ പട്ടാമ്പയിലുള്ള ഒരു മണിയേട്ടനാണ്. അവർ കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ നല്ല ഒരു 2 മീൽസ് വാങ്ങിച്ചു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ദേവക്കുട്ടിയുടെ മുഖം കണ്ട അവനൊരു ബിരിയാണി ചോദിച്ചു കേട്ടോ. വാങ്ങിക്കൊടുക്കാത്തതിന്റെ സങ്കടമാണ്. അല്ലുവിന് ഒരു ഓംലെറ്റും ഒരു ഫിഷ് ഫ്രൈയും വെച്ചിട്ടുണ്ട്. ഐക്കൂറ ഫിഷ് കറിയാണ് കേട്ടോ ഒന്നുണ്ടായിരുന്നത്. പിന്നെ നല്ല മട്ടൻ്റെ ഗ്രേവി, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഉപ്പേരിയും കൂട്ട് അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നേ. കഴിച്ചു തുടങ്ങിയപ്പോൾ ദേവക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് പാപ്പ എന്ന് അവൻ പറഞ്ഞേ. അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ 65 കൂടെ ആയപ്പോൾ അവന് ഇഷ്ടമായി. പിന്നെ മണിയേട്ടുണ്ടല്ലോ, അവർ ഒരുപാട് നേരം സംസാരിച്ചു കേട്ടോ സനുവേട്ടൻ്റെ അടുത്ത്. വീട് എവിടെയാ, എന്താ ഏതാന്നൊക്കെ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. ഇവിടെ വരുന്ന മിക്കവാറും എല്ലാ ആൾക്കാരും വാങ്ങിക്കുന്നത് ഈ മീൽസാണ് കേട്ടോ, നോൺ വെജ് മീൽസ്. വേണമെങ്കിൽ നമുക്ക് ഫിഷ് കറി ഉണ്ടാവും, അതല്ലെങ്കിൽ മട്ടൺ കറി ഉണ്ടാവും. പിന്നെ ഞാൻ ക്യാമറ പിടിച്ച് വരുന്ന കണ്ടപ്പോൾ തന്നെ ഈ ഏട്ടനുണ്ടല്ലോ, അത് കേരളശ്ശേരിയുള്ള ഒരു ഏട്ടനാണേ. അവരോടും കുറച്ചു നേരം സംസാരിച്ചു കേട്ടോ. എനിക്കും കേരളശ്ശേരി ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ അവരുടെ വീടിനെ പറ്റി അന്വേഷിച്ചു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നേ.